അന്ന് അതിനൊന്നും സംഭവിച്ചില്ലല്ലോ. അത് തന്നെ ട്രിക്ക്. നോക്ക്, നിനക്കും എനിക്കും അല്ലാതെ ആർക്കും അറിയില്ല അന്ന് രാത്രി എന്താ സംഭവിച്ചത്. പിന്നെ ചേച്ചിക്കും അറിയില്ല ചേട്ടൻ മദ്യപിച്ചിട്ടുണ്ടായിരുന്നു എന്ന്. പിന്നെ ഒരു യൂണിവേഴ്സൽ ട്രൂത്ത് ആണ്, ചോദ്യം ചോദിച്ച് തീരുന്നവരെ ഉത്തരം പറയേണ്ട ആവശ്യമില്ലെന്ന്. അപ്പൊ ചേച്ചി തീർച്ചയായും ചേട്ടനോട് എല്ലാം എക്സ്പ്രസ് ചെയ്യും. ഇൻഡയറക്ട്ലി എല്ലാം ശരിയായിക്കോളും. ബുൾബുൾ, അതൊക്കെ ശരിയാണ്. പക്ഷേ ആർ യു ഷുവർ നിന്റെ പ്ലാൻ ഫലിക്കുമല്ലോ അല്ലേ? അതറിയില്ല, പക്ഷേ അറ്റ്ലീസ്റ്റ് ചേട്ടന് എത്രയെങ്കിലും മനസ്സിലാവുമല്ലോ ചേച്ചി ചേട്ടനെ പ്രപ്പോസ് ചെയ്യാൻ ശ്രമിക്കുകയാണെന്ന്. ചേച്ചി ചേട്ടനെ എത്രമാത്രം സ്വന്തമാക്കാൻ ആഗ്രഹിക്കുന്നെന്ന് സ്നേഹിക്കുന്നെന്നും അറിയിക്കാൻ ശ്രമിക്കുകയാണെന്ന്. പ്ലീസ് എന്റെ ദൈവമേ, എന്നെ രക്ഷിക്കണേ. നീ എന്താ ഇങ്ങനെ മിണ്ടായിരിക്കുന്നത്? എന്തെങ്കിലും ഒന്ന് പറ. എന്ത് പറയാനാ? എന്തെങ്കിലും പറയ്. ഇനി എന്ത് പറയാനാ? എല്ലാം പറഞ്ഞു കഴിഞ്ഞില്ലേ? എന്ത് പറഞ്ഞു? എന്തിനാ ഇനി വീണ്ടും കേൾക്കുന്നേ? എന്നെ ക്ലാസ് എടുക്കാനാ? നോക്കൂ, എനിക്കറിയില്ല ഞാൻ പറഞ്ഞതൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ ഇല്ലയോന്ന്. പക്ഷെ ദയവേത് എന്നോട് ദേഷ്യപ്പെടരുത്. പക്ഷെ നീ എന്താ പറഞ്ഞെന്ന് പറയ്. പുറകെ കൂടിയിരിക്കുകയാണല്ലോ, രണ്ടാമതും കേട്ട അടങ്ങുന്ന തോന്നുന്നു. എനിക്ക് നന്നായിട്ട് അറിയാം നിങ്ങള് എന്തിനാ ഇങ്ങനെ എന്നോട് വീണ്ടും ചോദിക്കുന്നെന്ന്. ഒരു തവണ പറഞ്ഞത് പറഞ്ഞു, ഇനി എനിക്ക് ധൈര്യമില്ല. ഒരു തവണ പറഞ്ഞത് തന്നെ വളരെ കഷ്ടപ്പെട്ട. ഇനിയും എനിക്ക് പറ്റില്ല. ശരിക്കും സത്യമായിട്ടും ഇനി എന്നെ കൊണ്ട് പറയാൻ പറ്റില്ല. പ്ലീസ്, സോറി, പ്ലീസ്, ഞാൻ പറയുന്ന മനസ്സിലാക്കണം പ്ലീസ്. ഇനി ഒന്നും പറയണ്ട. അല്ല, നിങ്ങൾക്കെല്ലാം ഭ്രാന്തായോ? ഞാൻ ആകെ ടെൻഷനില്ല, വലിയ പ്രോബ്ലത്തില്ല. പക്ഷെ ആർക്കും എന്റെ പ്രോബ്ലം കേൾക്കണ്ട. ഇനി നീ എന്തെങ്കിലും പറഞ്ഞാലുണ്ടല്ലോ, ഞാൻ നിന്നെ ഈ ചെമ്പറിൽ ഒട്ടിച്ചു വെക്കും. ആദ്യം നീ നിന്റെ വായ നിറച്ചു വെക്കും, എന്നിട്ട് ഞാൻ പറയുന്നൊന്ന് കേൾക്കാം. ഇനി ഞാൻ പറഞ്ഞോളാം. ഞാൻ പറയുന്നത് ചടങ്ങ് നടന്ന ദിവസം നിനക്ക് ഓർമ്മയുണ്ടോ? നല്ല രസമായിരുന്നു അല്ലേ? അന്ന് ആ ചടങ്ങിനിടയിൽ നീ അപ്പോ ഹോളി വന്നില്ലേ? അപ്പോ അവിടെ എൻ്റെ കൂടെ 2 ക്ലയൻസ് ഉണ്ടായിരുന്നില്ലേ? അവർ ശരിക്കും ക്ലയൻസ് ഒന്നുമല്ല, അവർ തനു. പ്രിയ, എന്താ ചമ്മേ? മോളെ, താഴെ എല്ലാ അതിഥികളും വന്നു കഴിഞ്ഞു. എന്നിട്ട് നിങ്ങൾ ഇവിടെ ഇരിക്കുവാണോ? വരൂ പ്രിയ, താഴേക്ക് വാ. ഇദ്ദേഹത്തിന് എന്നോട് എന്തോ പറയാനുണ്ടെന്ന്. നിനക്കെന്താ ഇത്ര അത്യാവശ്യമായി സംസാരിക്കാനുള്ളത്? കാര്യം? എന്ത് കാര്യം? ഓ ആ കാര്യം. അതച്ചമ്മേ, ഒരുപാട് പാർട്ടിയിലൊക്കെ പോയി ഭക്ഷണമൊക്കെ കഴിച്ച് ഒരുപാട് തടി അങ്ങ് വെച്ചു. അതുകൊണ്ട് ഡയറ്റ് പറഞ്ഞെടുക്കാൻ വന്നതാ, അത്രേ ഉള്ളൂ. ഒന്നും മിണ്ടാതിരി. വാ മോളെ, നീ എന്റെ കൂടെ താഴേക്ക് വാ. ഇവൻ വന്നോളും, വാ. ഇപ്പൊ നിന്റെ എൻഗേജ്മെന്റ് നടക്കാൻ പോവല്ലേ? അതുകൊണ്ട് എൻഗേജ്മെന്റ് റിങ്ങിനോടൊപ്പം ഒരു വെഡിങ് കിസ് കൂടി എനിക്ക് വേണം. അതെന്താ? നമ്മുടെ മിഷൻ സക്സസ്ഫുൾ ആവുമല്ലേ? അവയും പ്രിയേച്ചിയും ഒരുമിച്ചാണുള്ളത്. അവരുടെ റിലേഷനും സ്ട്രോങ് ആവുമല്ലേ? പിന്നെന്താ? അതൊക്കെ ശരിയാണ്. പക്ഷേ ചേച്ചിയും ചേട്ടനും ഒന്നാവട്ടെ, അതിനുശേഷം അതുവരെ ഒന്നും എന്നെ കൊണ്ട് കാത്തിരിക്കാൻ വയ്യ ബുൾബുൾ, പ്ലീസ്. വെയിറ്റ് ചെയ്യണം. വെയിറ്റ് ചെയ്തേ പറ്റൂ. കുറച്ചുകൂടി വെയിറ്റ് ചെയ്യും. കാരണം നമ്മൾ വെയിറ്റ് ചെയ്ത് കിട്ടുന്നത് എന്ത് തന്നെ ആയാലും അതിന്റെ വാല്യൂ ഒരുപാട് കൂടുതലായിരിക്കും. ഇവിടെ വാ. നീ എന്തിനാ ഇതൊക്കെ ചെയ്തേ? ഞാനെന്താ ചെയ്തേ? നീ എന്തിനാ എന്നെ കൊണ്ട് അച്ഛമ്മയുടെ കഫ് സിറപ്പ് കുടിപ്പിച്ചേ? അത് കുടിച്ചിട്ട് ഞാൻ ഭ്രാന്തന്മാരെ പോലെ അദ്ദേഹത്തോട് എന്തൊക്കെയാ പറഞ്ഞിട്ടുണ്ടാവുക? അദ്ദേഹത്തിന് എന്നോട് ദേഷ്യമായിരിക്കും. എനിക്ക് അദ്ദേഹത്തോട് സംസാരിക്കാൻ പോലും വയ്യാതായി. അദ്ദേഹം എന്തായിരിക്കും എന്നെ കുറിച്ച് വിചാരിക്കില്ല. കാരണം ചേച്ചി കുടിച്ചതിനേക്കാൾ കൂടുതൽ ചേട്ടൻ കുടിച്ചിരുന്നു. എന്താ പറഞ്ഞ ഓർമ്മ പോലും കാണില്ല ചേട്ടന്. നീ സത്യമാണോ പറയുന്നത്? താങ്ക് ഗോഡ്. താങ്ക് ഗോഡോ? ഇങ്ങോട്ട് വന്നേ. നിനക്കിതെന്താ പറ്റി? എന്തിനാ താങ്ക് ഗോഡ് പറയുന്നത്? ചേട്ടൻ ബോധത്തോടെ ഉള്ളപ്പോ ചേച്ചി ചേട്ടനെ സ്നേഹിക്കുന്നു എന്ന് അറിഞ്ഞിരുന്നെങ്കിൽ അതായിരിക്കും ഏറ്റവും നല്ലത്. ചേച്ചി എന്തിനാ ചേച്ചി ഇങ്ങനെയൊക്കെ പറയുന്നത്? എല്ലാവരുടെ വിവാഹ ജീവിതം മുന്നോട്ടാ പോകുന്നത് കല്യാണ ശേഷം. പക്ഷെ നിന്റെ ജീവിതം അവിടെ തന്നെ ഫുൾ സ്റ്റോപ്പ് ഇട്ട് നിൽക്കാം. ഇതിനാണെങ്കിൽ പിന്നെ നീ എന്തിനാ വിവാഹം കഴിച്ചേ? പിരിഞ്ഞു പോകണമെന്ന് അറിയായിരുന്നെങ്കിൽ പിന്നെ നീ എന്തിനാ സ്നേഹിക്കാൻ പോയെ? എനിക്കറിയാം മറ്റുള്ളവരുടെ പോലൊരു വിവാഹ ജീവിതം അല്ല നിന്റേതെന്ന്. ഇത്ര കാലം ഇങ്ങനെ അഭിനയിക്കും ചേച്ചി. കുറച്ചു കാലം കഴിയുമ്പോ എല്ലാ റിലേറ്റീവ്സും നിങ്ങളിൽ നിന്നൊരു ബേബി എക്സ്പെക്ട് ചെയ്യും. അപ്പൊ നീ എന്ത് ചെയ്യും?
നാടകം കളിക്കോ? അമ്മ വേഷം കെട്ടി അമ്മയോട് എന്ത് പറയും? ചേട്ടൻ അച്ഛമ്മയോട് എന്ത് പറയും? ഇങ്ങനെ പോവുകയാണെങ്കിൽ ഈ ബന്ധത്തിന്റെ ഫ്യൂച്ചർ എന്താവുന്നെന്ന് പറഞ്ഞിട്ടാ ചേച്ചി എനിക്ക്. ഞാൻ സമ്മതിക്കുന്നു ചേച്ചി, കുറെ ദിവസമായിട്ട് ഞാൻ കുട്ടികളെ പോലെ ചേച്ചിയുടെ പുറകെ നടന്ന് ശല്യം ചെയ്യാന്ന്. പക്ഷെ ഞാൻ ശ്രമിക്കാണ്. എനിക്കറിയാം എന്റെ മാർഗം തെറ്റാണെന്ന്. എന്നാലും ഞാൻ മുന്നിൽ കാണുന്ന ലക്ഷ്യം സത്യമുള്ളതാ ചേച്ചി. പക്ഷെ ചേച്ചി ഒന്നും ചെയ്യുന്നില്ല. ചേച്ചി ഈ ജീവിതത്തിൽ സന്തോഷം കണ്ടെത്തുന്നുമില്ല. ഇനി സന്തോഷം കണ്ടെത്തുന്നുണ്ടെങ്കിൽ ഇറ്റ്സ് ഓക്കേ, ഐ വിൽ നോട്ട് പുഷ് യു. ഞാൻ ചേച്ചി നിർബന്ധിക്കില്ല. ഏട്ടന് വേണ്ടി ഒരുപാട് സാക്രിഫൈസ് ചെയ്തല്ലേ നീ? ആ സാക്രിഫൈസിന്റെ വില ദാമ്പത്യത്തിന്റെ രൂപത്തിൽ ചേട്ടൻ നിനക്ക് തിരിച്ചു തന്നേ തീരൂ. ചേച്ചി, ചേച്ചിക്ക് ഓർമ്മയില്ല അമ്മ എന്താ പറയാറെന്ന്? വിവാഹബന്ധം വിശ്വാസത്തിലൂടെ നിലനിൽക്കുന്നത്, സ്നേഹത്തിലൂടെയാണ് മുന്നോട്ട് പോകുന്നത്. പക്ഷെ ചേച്ചിയുടെ മനസ്സിലുള്ളത് ചേട്ടനോട് തുറന്നു പറയാത്തടത്തോളം കാലം എങ്ങനെയാണ് ബന്ധം മുന്നോട്ട് പോവുക? ലൈഫ് ഭയങ്കര പ്രാക്ടിക്കൽ ആയിട്ട് കാണുന്ന ആളല്ലേ ചേച്ചി? എന്നെ ബുദ്ധോ എന്ന് വിളിക്കുന്ന ആള് ഇന്ന് ഇത്ര ഇമ്പോർട്ടന്റ് ആയി ഡിസിഷൻ എടുക്കേണ്ട സമയം വന്നപ്പോ ആലോചിച്ച് നിന്ന് സമയം കളയുന്നു. പ്രതികരണ ശേഷി ഇല്ലാതായിരിക്കുന്നു. എന്തുകൊണ്ട്? ചേച്ചി വിചാരിക്കുന്നുണ്ടാവൂലേ ചേച്ചി തുറന്നു പറഞ്ഞത് തെറ്റായി പോകുന്നു? പ്ലീസ് ചേച്ചി, ചേച്ചി വിചാരിക്കുന്നത് തെറ്റാണ്. മനുഷ്യന്റെ ജീവിതത്തെ സ്നേഹം കിട്ടണം, ഓണസ്റ്റ് ആയിട്ടുള്ള ഒരു പാർട്ട്ണറേയും കിട്ടണം. അതൊന്നും കിട്ടിയില്ലെങ്കിൽ ജീവിതത്തെ ഫ്രസ്ട്രേറ്റഡ് ആയി പോവും ചേച്ചി. ആ താനു, അവൾ ഇത് തന്നെ ആഗ്രഹിക്കുന്നത്, ഇതിനാ കാത്തിരിക്കുന്നത്. ചേട്ടൻ ഫ്രസ്ട്രേറ്റഡ് ആയി പോയി നിന്നെ ഉപേക്ഷിക്കണമെന്ന്. ചേച്ചി ഞാൻ പറയുന്നൊന്ന് കേക്ക് ചേച്ചി. ചേച്ചിയുടെ മനസ്സിലുള്ളത് തുറന്ന് പറഞ്ഞില്ലെങ്കിൽ ചേട്ടൻ അത് മനസ്സിലാവില്ല, അംഗീകരിക്കയില്ല. പ്ലീസ് ചേച്ചി, നീ മനസ്സ് തുറന്ന് ചേട്ടനോട് സംസാരിക്കേ. ബുൾബുൾ മോളെ, നീ പറയുന്നതെല്ലാം സത്യമാണ്. പക്ഷെ ഞാൻ എന്ത് ചെയ്യും? സത്യം മോളെ ഞാൻ പറയുന്ന. അദ്ദേഹത്തിന്റെ അടുത്തെത്തുമ്പോ എന്റെ ശബ്ദം തന്നെ. അതിന് ഒരേ ഒരു സൊല്യൂഷനേ ഉള്ളൂ. എന്താ? നീ ഏട്ടന് വേണ്ടി എത്രത്തോളം ഫീൽ ചെയ്യുന്നുണ്ടോ, എന്തുമാത്രം സ്നേഹിക്കുന്നെന്ന് പറയാൻ ആഗ്രഹിക്കുന്നുവോ, അതൊരു പേപ്പറിൽ എഴുതി എങ്ങനെയെങ്കിലും ഏട്ടനിൽ എത്തിക്കണം. എനിക്കറിയാം ഇത് വേറെ രീതിയിലുള്ള മാർഗമാണെന്ന്. പക്ഷെ പറയാൻ ആഗ്രഹിക്കുന്നത് ഒരേ കാര്യമല്ലേ? നീ പറയുന്ന ശരിയാ ബുൾബുൾ. കാര്യം അദ്ദേഹത്തെ അറിയിക്കണം. അത് പറഞ്ഞായാലും എഴുതിയായാലും അല്ലേ? ഞാൻ എല്ലാം എഴുതാം മോളെ. അത് വായിച്ചിട്ട് അദ്ദേഹം ഡിസൈഡ് ചെയ്യട്ടെ ഈ ബന്ധത്തിന്റെ ഫ്യൂച്ചർ എന്താന്ന്. ഇനി കൂടുതൽ ആലോചിക്കണ്ട. ഇവിടെ ഇങ്ങനെ തന്നെ നിന്ന് നീ ഓരോന്ന് ചിന്തിച്ചു കൂട്ടി കഴിഞ്ഞാൽ വെറുതെ കൺഫ്യൂഷൻ ആവും. വാ, പേപ്പർ എടുക്കുക, എഴുത്. ചേച്ചി വേഗം ആവട്ടെ. ജീവിതത്തിൽ ഒന്നും നേരെയാവില്ലെന്ന് എനിക്ക് തോന്നുന്നു. എല്ലാം തെറ്റായ സംഭവിക്കുന്നത്. അവളുടെ ദേഹത്ത് ആസിഡ് ഒഴിക്കാൻ പോയപ്പോഴേക്കും അപ്പൊ വലിയ ഹീറോ ആയിട്ട് ആ സ്റ്റുപ്പിഡ് നീല് വന്നു. എന്നിട്ട് അവൻ എന്തെങ്കിലും ചെയ്തോ? ഒന്നുമില്ല. ഇപ്പൊ ഒരു ലാസ്റ്റ് ചാൻസ് വന്നു ബുൾബുളിനെ എങ്ങനെയെങ്കിലും ഒന്ന് പുറത്താക്കാൻ. അപ്പോഴേക്കും പ്രണവ് കയറി വന്നു. മനസ്സിലാവുന്നില്ല എന്ത് ചെയ്യണം എന്ത് ചെയ്യണ്ടെന്ന്. ആലിയ, അതൊന്നും എനിക്കറിയില്ല. പക്ഷെ ഞാനൊരു കാര്യം പറയാം. എന്ത് ചെയ്താലും അത് പെട്ടെന്ന് ചെയ്യണം, വലുതായിട്ട് എന്തെങ്കിലും ചെയ്യണം. കാരണം ഈ എൻഗേജ്മെന്റ് ഒരിക്കൽ നടന്നു കഴിഞ്ഞാൽ പിന്നെ നിനക്ക് ഒന്നും ചെയ്യാനാവില്ല. ആലിയ, നീ എന്തെങ്കിലും വഴി കണ്ടുപിടിച്ചോ ബുൾബുളിനെ പുറത്തിറക്കാൻ വേണ്ടിട്ട്? ഞാൻ എന്റെ ഓഫീസിൽ നിന്ന് ഇറങ്ങിയ ഞാൻ പറഞ്ഞില്ലേ അവിടെ തന്നെ നിൽക്കാൻ. പറഞ്ഞാ മനസ്സിലാവത്തില്ലേ? ഇവിടെ ഒരുപാട് ആൾക്കാരുണ്ട്. ഇറ്റ്സ് നോട്ട് ദാറ്റ് ഈസി നീൽ. എനിക്ക് അവളെ പുറത്താക്കാൻ എപ്പോ അവസരം കിട്ടുമോ തീർച്ചയായിട്ടും അപ്പൊ ഞാൻ അവളെ പുറത്താക്കിയിരിക്കും. അങ്ങനെ പുറത്താക്കി കഴിയുമ്പോ ഞാൻ നിന്നെ വിളിച്ചു പറയും, മനസ്സിലായോ? വീണ്ടും വീണ്ടും ഇങ്ങനെ വിളിച്ചോണ്ടിരിക്കണ്ട. നോക്ക്, എന്തെങ്കിലും ചെയ്യാനുണ്ടെങ്കിൽ അത് പെട്ടെന്ന് ചെയ്യ. ഈ അവസാനത്തെ അവസരം കയ്യെന്ന് കളയാൻ എനിക്ക് ആവില്ല. പിന്നെ ഒരു കാര്യം കൂടെ, ഈ കാര്യം നീ ചെയ്തില്ല എന്നുണ്ടെങ്കിൽ ഞാൻ നേരിട്ട് അവിടെ വന്ന് എന്റെ ജോലി പൂർത്തിയാക്കും. ഈ എൻഗേജ്മെന്റ് ഒരു കാരണവശാലും ഞാൻ നടത്താൻ സമ്മതിക്കില്ല. ഇവളെയൊന്നും കൊണ്ട് ഒന്നും നടക്കാൻ പോകുന്നില്ല. ഞാൻ നേരിട്ട് ചെന്ന് എന്തെങ്കിലും ചെയ്യണം. നീ ഒരു പെണ്ണാണ് പ്രിയ. സ്വന്തം ഭർത്താവിനോട് സ്വന്തം കാര്യം പറയാൻ നിനക്ക് ഇത്ര പേടിയോ? അതും നീ ഓൾറെഡി 2 തവണ പറഞ്ഞ കാര്യമാ. ഇത്തവണ പറയേണ്ട ആവശ്യം പോലും ഇല്ല. നീ ലെറ്റർ കൊടുക്കണം, അത്ര തന്നെ. ബാക്കി അദ്ദേഹം വായിച്ച് മനസ്സിലാക്കും. പ്രിയ, you can do it, you can do it. जिंदगी ये सफर में कट रहा है रास
रास्ता हम सफर तो है मगर मंजिलें हैं जुदा जुदा हम सफर तो है मगर मंजिलें हैं जुदा जुदा ഒരു സെക്കൻഡേ. എന്തോറ്റി? എന്താ പതുങ്ങുന്നത്? ഇത് നിങ്ങൾക്കുള്ളതാ. എന്താ ഇതില്? വായിച്ചു നോക്ക്, അപ്പം മനസ്സിലാവും. ഞാൻ ഇപ്പൊ വരാം. ഇവളെന്തായിരിക്കും ഇതിൽ എഴുതി വെച്ചിരിക്കുന്നത്? ബുൾബുളിന്റെ ചടങ്ങിലുള്ള സാധനങ്ങളുടെ ലിസ്റ്റ് വല്ല ആയിരിക്കോ? ദൈവമേ, പുള്ളിക്കാരന്റെ മൂഡ് ശരിയായിരിക്കണേ. വായിച്ചുടനെ ദേഷ്യപ്പെടല്ലേ. അബി, എന്റെ കൂടെ വാ. ഞാനിതൊന്ന് വായിച്ചോട്ടെ. അത് പിന്നീട് വായിക്കാം. ഇപ്പൊ എന്റെ കൂടെ വാ. നീ ഇത് തുള്ളിച്ചാടി എങ്ങോട്ടാ പോകുന്നേ? ബുൾബുളിന്റെ വീട്ടിലെത്തി. ഇനി അവളെ കണ്ടുപിടിക്കാനുള്ള വഴി കണ്ടെത്തണം. ഇനി പറ, നിനക്ക് എന്താ പറയാനുള്ളത്? ആരാ അവിടെ? എന്താ അബി? തനു, അവിടെ ആരാ ഉണ്ട്? അബി നിൽക്ക്, അവിടെ ആരുമില്ല. അബി, നിന്നോട് എപ്പോഴൊക്കെ ഞാൻ സംസാരിക്കാൻ വന്നിട്ടുണ്ടോ അപ്പോഴൊക്കെ നീ എന്നെ അവോയ്ഡ് ചെയ്യുന്നു. ഞാൻ അവോയ്ഡ് ചെയ്യുന്നതല്ല, ചെക്ക് ചെയ്യുന്നതാണ്. എന്ത് ചെക്ക് ചെയ്യാൻ? ഇവിടെ വല്ല കള്ളന്മാരും ഉണ്ടോ നിന്നെ കണ്ട് ഒളിക്കാൻ? സത്യം ഇതാണ് അബി, നീ എന്നെ എപ്പോഴും അവോയ്ഡ് ചെയ്യുന്നു ഓരോരോ കാരണങ്ങൾ പറഞ്ഞ്. ശരി, നിനക്ക് അത്ര അത്യാവശ്യമാണെങ്കിൽ തിരിഞ്ഞു നോക്ക്, അവിടെ ആരെങ്കിലും ഉണ്ടോന്ന്. പക്ഷെ നീ എന്നെ ഒരിക്കലും വിശ്വസിക്കില്ലല്ലോ. നിനക്ക് നിന്റെ കണ്ണുകൾ മാത്രമല്ല വിശ്വാസം. പോയി നോക്ക്, അവിടെ ആരുമില്ല. നീ ഇതൊക്കെ വിട്. നിനക്ക് എന്താ പറയാനുള്ളതെന്ന് വെച്ചാ പറ. പറയാനുള്ളത് എന്താന്ന് വെച്ചാ, അത് എന്റെ മമ്മിയും ഡാഡിയും പറ്റിയാ. ഇവിടെ എൻഗേജ്മെന്റ് നടക്കുന്നോണ്ട് അവർക്കൂടെ വരണമെന്നുണ്ടായിരുന്നു. പക്ഷെ ഞാൻ അവരെ വിലക്കി, കാരണം അവർക്കിവിടെ വരാൻ പറ്റത്തില്ല. എന്താന്ന് വെച്ചാ, ഇത് ആരുടെ എൻഗേജ്മെന്റ് എന്നൊക്കെ മനസ്സിലാക്കിച്ച് വരുമ്പോ എന്തേലും ആവട്ടെ. ഇനി എനിക്ക് നിന്നോട് സംസാരിക്കാൻ ഒന്നുമില്ല, എല്ലാം മൂടും പോയി. വാ, നമുക്ക് പോവാം. വാ. മമ്മി, ഒരു മിനിറ്റ്. അതെ, എനിക്കൊരു കാര്യം പറയാനുണ്ടായിരുന്നു മമ്മിയോട്. ഈ ചടങ്ങിനെന്ന് പറഞ്ഞ അനാവശ്യമായിട്ട് കുറേ പൈസ ചെലവായെന്ന് മമ്മിക്ക് തോന്നുന്നില്ലേ? എന്തിനടി നിനക്കെന്തിനാ ടെൻഷൻ? ഇവിടുത്തെ പേയ്മെന്റ് മുഴുവൻ നീയാണോ ചെയ്യുന്നേ? അല്ല, ഈ അനാവശ്യ കാര്യത്തിനൊക്കെ ഇവരുടെ കയ്യിൽ പൈസ ഉണ്ട്. എന്റെ ഭർത്താവിനെ ജയിലിൽ നിറക്കാൻ മാത്രം ഇവരുടെ കയ്യിൽ ഒന്നുമില്ല. അതിനുവേണ്ടി ഇവർക്ക് ആർക്കും സമയം പോലുമില്ല, ആരും ചിന്തിക്കുന്ന പോലുമില്ല. എല്ലാത്തിനും ഞാൻ കാണിച്ചു കൊടുക്കുന്നുണ്ട്. ആ അമ്മേ, കാണാൻ നല്ല ഭംഗിയായിട്ടുണ്ടല്ലോ. പിന്നെ ഇത് 2 ലക്ഷം രൂപയുണ്ട്, സൂക്ഷിച്ചു വെച്ചേക്കണേ. കേറ്ററിംഗിന്റെ പേയ്മെന്റ് ചെയ്യാനുള്ള സമയം പോയി ഞാൻ തന്നെ ചോദിച്ചു. വാച്ച, കുറച്ച് പണിയുണ്ട്. എന്താടി നോക്കുന്നേ? ഒന്നുമില്ല, അമ്മയുടെ വള നോക്കിയതാ. എന്ത് രസമുള്ള വളയാ. ഏതോ ബ്രാൻഡഡ് ജ്വല്ലറിന്ന് വാങ്ങിച്ചാണേ തോന്നുള്ളൂ. എനിക്കും കൂടെ പറഞ്ഞു തരും ഏതാ. എനിക്ക് മനസ്സിലായി നീ എന്താ നോക്കുന്നേന്ന്. ഈ പൈസ നീ നോക്കിക്കോ, പക്ഷെ നിന്റെ ദൃഷ്ടിയിൽ ഈ പൈസ പതിയരുത്, മനസ്സിലായോ? പിന്നെ ആദ്യമായിട്ടാണ് ഈ വീട്ടിൽ ഒരാൾ എന്നേക്കാൾ സുന്ദരനായിട്ട് വരുന്നത്. യു ആർ ലുക്കിംഗ് സ്മാർട്ട്. പെട്ടെന്ന് പോയി മോതിരം മാറടാ. കം ഓൺ. എല്ലാവരും വന്നല്ലോ അല്ലേ? ആ ചേച്ചി, എല്ലാരും എത്തി. പക്ഷെ പ്രിയ എവിടെ? അവളെ വിളിക്ക്. അവളില്ലാതെ എൻഗേജ്മെന്റ് നടക്കുവോ? ഞാനാ ബലു. ഞാൻ അവളെ പോയി വിളിച്ചിട്ട് വരാം. Trust me, I don't know അവനോട് പോയിന്ന്. പക്ഷെ ഞാൻ ഇവിടെ വെച്ച് അവനെ കണ്ടേ. Damn it. അവൻ ഇവിടെ എങ്ങാനും വന്നു കഴിഞ്ഞാൽ പിന്നെ ഭയങ്കര തലവേദനയാവും. പിന്നെ അവൻ എനിക്ക് അറിഞ്ഞൂടാ. നിനക്ക് എവിടെ നിന്ന് കിട്ടി ഇത്ര ധൈര്യം? ഞാൻ നിന്റെ അടുത്ത് പറഞ്ഞതല്ലേ ഇങ്ങോട്ട് വരരുതെന്ന്. ഞാനും നിന്നോട് പറഞ്ഞതാ ബുൾബുളിനെ പുറത്തേക്ക് കൊണ്ടുവരാൻ. പക്ഷെ നീ അത് ചെയ്തില്ല. അതുകൊണ്ട് എനിക്ക് ഇവിടെ വരേണ്ടി വന്നത് എന്റെ ബുൾബുളിനെ കൊണ്ടുപോകാൻ വേണ്ടിട്ട്. നിനക്കെന്താ വട്ടായോ? ഇതെന്താ സിനിമയാണോ? കാമുകൻ വന്ന് സുന്ദരിയായി കാമുകിയെ തട്ടിക്കൊണ്ട് പോകാൻ വേണ്ടിട്ട്? നീ ഇവിടുത്തെ സെക്യൂരിറ്റി കണ്ടോ? ഇവരെങ്ങാനും നിന്നെ പിടിച്ചാ നിനക്കൊപ്പം ഞങ്ങളും കൊടുങ്ങും. ലിസൺ, എനിക്കാരെയും പേടിയും ഭയവും ഇല്ല, മനസ്സിലായോ? എന്റെ ബുൾബുളിനെയും കൊണ്ടേ ഞാൻ ഇവിടെ പോകൂ. ശരി, ഞാൻ അകത്തോട്ട് പോയെന്ന് നോക്കട്ടെ എന്തെങ്കിലും ചെയ്യാൻ പറ്റുമെന്ന്. അകത്ത് കയറുന്നതിനെ പറ്റി നമുക്ക് ആദ്യം ഒരു പ്ലാൻ ഉണ്ടാക്കാം. പക്ഷെ ഒരു കാര്യം നീ ഓർത്തു വെച്ചോ, അഥവാ അകത്താരെങ്കിലും നിന്നെ പിടിച്ച എനിക്ക് നിന്നെ അറിയില്ല. ഡു യു ഗെറ്റ് ദാറ്റ്? നീ സമാധാനപ്പെട്.
ഞാൻ നിന്നോട് ഇതിനു മുമ്പും പറഞ്ഞിട്ടുണ്ട്, ഇപ്പോഴും പറയുന്നു. എനിക്ക് ബുൾബുളിനെ മാത്രം മതി, അല്ല നിങ്ങളെയോ നിങ്ങളുടെ ഫാമിലിയോ എനിക്ക് വേണ്ട. നിങ്ങളുടെ ഫാമിലിയെ ഞാൻ ഇതിനിടയിലേക്ക് വലിച്ചിഴക്കില്ല, മനസ്സിലായോ? ചേച്ചി എന്തിനാ ടെൻഷൻ അടിക്കുന്നേ? സന്തോഷിക്കല്ലേ വേണ്ടത്? നീ മനസ്സിലുള്ള കാര്യം എഴുതി ചേട്ടന് കൊടുത്തില്ലേ? അതുകൊണ്ടാ എനിക്ക് ടെൻഷൻ. കാര്യം അദ്ദേഹം അറിഞ്ഞു കഴിഞ്ഞു. ഇനി എങ്ങനെ റിയാക്ട് ചെയ്യുമെന്ന് പറയാൻ പറ്റില്ല. എന്നെ ആക്സെപ്റ്റ് ചെയ്യോ അതോ റിജക്ട് ചെയ്ത് വീട്ടിൽ നിന്ന് തന്നെ പുറത്താക്കോ? മോളെ, എനിക്ക് നേരത്തെ ഉണ്ടായിരുന്നെ കാട്ടി പേടിയാവോ ഇപ്പൊ. ചേച്ചി 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 എന്തിനാ പേടിക്കുന്നേ? നോക്ക്, നീ ചെയ്യേണ്ട കാര്യം നീ ചെയ്തില്ലേ? ഇനി ചെയ്യേണ്ടത് ഏട്ടനാ. ചേട്ടനത് ഭംഗിയാക്കും. ഇനി ചെയ്താലോ ഇല്ലെങ്കിലും ചേട്ടന് ഒരു കാര്യം മനസ്സിലാവുമല്ലോ, നീ ചേട്ടനെ സ്നേഹിക്കുന്നെന്ന്. ഇത് ആവശ്യമുള്ള കാര്യം ചേച്ചി. കല്യാണം കഴിച്ചാൽ മാത്രം പോരാ, നന്നായിട്ട് മുന്നോട്ട് ജീവിക്കാൻ വേണം. ഇപ്പൊ നീ റിലാക്സ് ചെയ്യ, എന്നിട്ട് ചേട്ടൻ ലെറ്റർ വായിക്കാൻ വേണ്ടി വെയിറ്റ് ചെയ്യും. അതുവരെ you just take a deep breath. Okay? Inhale. Exhale. Exhale. എന്തുപറ്റി? ചേട്ടൻ എന്താ ഞങ്ങളിങ്ങനെ നോക്കുന്നേ? നിങ്ങൾ രണ്ടുപേരും ഒന്ന് കുറച്ച് വ്യത്യസ്തരായിട്ടുണ്ട്. ഇത്രയും നാൾക്കിടയിൽ നിങ്ങളെ രണ്ടുപേരും ഇത്ര സീരിയസ് ആയിട്ട് കണ്ടിട്ടില്ല. എനിക്ക് തോന്നുന്നത് എൻഗേജ്മെന്റ് ആയിട്ട് ഹോസ്പിറ്റലിൽ പോകേണ്ടി വരുന്ന. ഹോസ്പിറ്റൽ? അതെ, സീരിയസ് കേസെല്ലാം ഹോസ്പിറ്റലല്ലേ പോവാറ്. ബാഡ് ജോക്ക്? നെവർ മൈൻഡ്. ആക്ച്വലി ചടങ്ങ് തുടങ്ങാൻ സമയമായി. ഞാൻ നിങ്ങളെ വിളിക്കാനായിട്ടാണ് ഇങ്ങോട്ട് വന്നത്. ലെറ്റ്സ് ഗോ. ശരി ഏട്ടാ. ഏയ്, എനിക്ക് തോന്നുന്നത് നിങ്ങൾ രണ്ടുപേരും എന്തോ പണി ഒപ്പിക്കുകയാണെന്ന്. ആ ഏട്ടാ, ഞങ്ങളൊരു പണി തരാൻ പോവാ. സ്മാർട്ട് ഗേൾ. എന്താ പണി? അതെന്താന്ന് എൻഗേജ്മെന്റ് കഴിഞ്ഞിട്ട് പറയാം. ഓക്കെ, വന്നേ. നീ എന്തായി കാണിക്കുന്നത്? ഓഹോഹോ, ഇതെന്തൊരു കാഴ്ചയാണിത്. ഇതാണ് ജോഡി നമ്പർ 2. ജോഡി നമ്പർ 2 ആന്റി? ആ, ജോഡി നമ്പർ 1 നീയും അഭിയുമാ. ഇവർ രണ്ടും ജോഡി നമ്പർ 2 നിൽക്കട്ടെ. ജോഡി നമ്പർ 1 ഓർത്തു വെച്ചോ, ഇവര് രണ്ടും നല്ല ചേർച്ചയിൽ നിൽക്കുക. പക്ഷെ എനിക്കതിൽ കുറച്ച് എതിർപ്പുണ്ട് ആന്റി. ജോഡി നമ്പർ 1 എന്റെ ഏട്ടനും ഏട്ടത്തെയും തന്നെയാ. പക്ഷെ ഇവര് രണ്ടുപേരും ഓക്കേന്നേ ഉള്ളൂ. Come on, I'm just kidding, yeah. This is a special day and I'm very happy for both of you. And I'll make sure ഒരിക്കലും നിങ്ങൾ ഈ ദിവസം ജീവിതത്തിൽ മറക്കില്ലെന്ന്. പിന്നെ പ്രണവ്, നീ എന്നോട് ചെയ്തതുപോലെ ഒരിക്കലും ബുൾബുളിനോട് ചെയ്യരുത്. അത് ശരിയാവില്ല. എന്നെ നീ ഉപേക്ഷിച്ചു, പക്ഷെ ഇവളെ നീ ഒരിക്കലും ഉപേക്ഷിക്കരുത്. പിന്നെ ബുൾബുൾ, നീ പ്രണവിനെ നന്നായിട്ട് സ്നേഹിക്കണം. ഞാൻ അവനെ... അപ്പോൾ ഞാൻ നിങ്ങളോടെല്ലാം ഒരു കാര്യം പറയാൻ പോവാണ്. നിങ്ങൾക്കതറിയാൻ വഴിയില്ല. ബുൾബുളിന്റെയും പ്രണവിന്റെയും ഈ എൻഗേജ്മെന്റ് ഡെക്കറേഷൻസ് എല്ലാം ആലിയാണ് ചെയ്തത്. കം ഓൺ, ഐ ഹാവ് ടു ടെൽ ദം. ഇവൾ രാവിലെ ഒന്നും എണീക്കാറില്ല, പക്ഷേ ഇന്നത്തെ എൻഗേജ്മെന്റിന് വേണ്ടി അവൾ അലാം വരെ വെച്ചു. ക്യാൻ യു ഇമാജിൻ? ആലിയയ്ക്കും അലാറമോ രാവിലെ എണീറ്റ് ഇതൊക്കെ ചെയ്യാൻ? അത് മാത്രമല്ല, നിങ്ങളുടെ എൻഗേജ്മെന്റിന് വേണ്ടി ഒരു സ്പെഷ്യൽ ഡാൻസ് പെർഫോമൻസ് വരെ അവൾ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. അതിന്റെ ഒരു സർപ്രൈസ് ആയിരുന്നു. ആലിയ ഫാമിലി ഫംഗ്ഷനിൽ എന്ത് സർപ്രൈസാ. സോ ലേഡീസ് ആൻഡ് ജെന്റിൽമാൻ, പ്ലീസ് ഗിവ് ഹെർ എ ബിഗ് ഹാൻഡ്.
കോർപ്പറേറ്ററിനെ ഞാൻ നമ്മുടെ വീടിനകത്ത് കണ്ടു. നീ അയാളെ വിലക്കിയതിന് ശേഷം ഇനിയും അയാൾ എന്തെങ്കിലും കുഴപ്പമുണ്ടാക്കോ? കുഴപ്പമുണ്ടാക്കിയാൽ നമ്മൾ ആദ്യം കൊടുങ്ങും. ഞാൻ പോയി നോക്കിയിട്ട് വരാം, അയാൾ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കുന്നതിന് മുമ്പ്. ബുൾബുൾ, എന്ത് ബോറടിയാടോ. നിന്റെ എൻഗേജ്മെന്റ് ആയിട്ട് ഒരു രസമില്ലല്ലോ. നമുക്ക് ഇൻട്രസ്റ്റിംഗ് ആയിട്ട് എന്തെങ്കിലും ചെയ്താലോ? ഇൻട്രസ്റ്റിംഗ്? ഇത് എന്റെ എൻഗേജ്മെന്റ് അല്ലേ, അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്യാനോ? ബുൾബുൾ, പ്രണവ് ചേട്ടനെ നോക്ക്, വിറച്ച് വിറച്ച് നിൽക്കുന്നേ. നിൽപ്പ് കണ്ടാ തോന്നി ഇപ്പൊ തന്നെ നിന്നെ അടിച്ചോണ്ട് പോകുന്നു. അങ്ങനെ അങ്ങ് അടിച്ചോണ്ട് പോയ കൊള്ളാലോ. ഞാനൊരു ഐഡിയ പറയാം. ഐഡിയ? ഹലോ മാഡം, സം സ്നാക്സ്? എനിക്ക് വേണ്ട. പറഞ്ഞില്ലേ എനിക്ക് വേണ്ടെന്ന്, പൊയ്ക്കോളൂ. സംസാരം കേട്ടിട്ടും എന്നെ മനസ്സിലായില്ലല്ലേ? പറഞ്ഞതല്ലേ ഇങ്ങോട്ട് വരരുതെന്ന്, പിന്നെ എന്തിനാ ഇങ്ങോട്ട് വന്നേ? ഞാനും നിന്നോട് പറഞ്ഞതല്ലേ ഈ എൻഗേജ്മെന്റ് ഒരു കാരണവശാലും നടത്താൻ സമ്മതിക്കില്ലെന്ന്. അപ്പൊ ആ കാര്യം ചെയ്യാൻ വേണ്ടി ഞാനിവിടെ നേരിട്ട് വന്നു. അഥവാ നിന്നെ പിടിച്ച നിനക്ക് എന്നെ മനസ്സിലായില്ല, പിന്നെ ആരാ ഇവിടെ എന്നെ മനസ്സിലാക്കാൻ? ഒന്ന് സമാധാനപ്പെട്, എന്നിട്ട് ഈ പാർട്ടി ആസ്വദിക്കേ. കുറച്ചു കഴിഞ്ഞ് കണ്ടോ ഞാൻ എന്തൊക്കെയാ ചെയ്യാൻ പോകുന്നത്. നോട്ടം നോക്കി ഓടി പോകാതെ ഇതെന്താ ഇത്? അബി, ആ അച്ഛമ്മേ ഇവിടെ ഉണ്ട്. അബി, ഈ സമയത്ത് എന്താ കറണ്ട് പോയേ? ശരി അച്ഛമ്മേ, ഞാനൊന്ന് നോക്കട്ടെ. രാമേട്ടാ, ഒരു മിനിറ്റ് കൂടെ കഴിഞ്ഞിരുന്നെങ്കിൽ ഈ ചടങ്ങ് പൂർത്തിയായേനെ. ബുൾബുൾ എവിടെ?